ആത്മശക്തി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടിയുള്ള ഒരു ധ്യാനത്തിൻ്റെ ഈ ആത്മശക്തി ധ്യാനത്തിൻ്റെ 6-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 6-ാം ദിവസത്തെ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരിശുദ്ധാത്മാവിനെ പലപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഈ ഒരു ധ്യാനത്തിൻ്റെ 6-ാം ദിനമായി ഇന്ന് ആ ശൈലിയിലൊരു മാറ്റം വരുത്താൻ വേണ്ടി, നീ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം മാറാൻ, ജീവിതത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നൊമ്പരപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ പരിശുദ്ധാത്മാവിനെ അപമാനിക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയാകാതിരിക്കാൻ, അതൊരു കൃപയാണ്. നീ ആ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് ശ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 30-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നീ തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ചിന്ത വഴി, നമ്മുടെ സംസാരം പ്രവൃത്തി വഴി ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 6-ാം ദിവസം നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞാൻ ഇനി ഒരിക്കലും അങ്ങേ വേദനിപ്പിക്കില്ല. ഞാൻ ഒരിക്കലും അങ്ങയെ സങ്കടപ്പെടുത്തില്ല. ഞാൻ ഇനി ഒരിക്കലും അങ്ങേ അപമാനിക്കുകയില്ല. ഈ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം കേട്ടോ. ഈ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ സാധിക്കുമെന്നും വചനം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ തെറ്റായ ചില ചിന്തകളാകാം, നമ്മുടെ ശൈലികളാകാം, നമ്മുടെ സംസാരം പ്രവൃത്തിയാകാം. ഇങ്ങനെ നമ്മെ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ മേഖലയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരു പക്ഷേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാകാം. നമ്മുടെ പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഇതിനെല്ലാം പരിഹാരം ചെയ്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട് കേട്ടോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 10-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: എന്നിട്ടും അവർ എതിർത്തു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. തിരുവചനം ഇപ്രകാരമാണ് പറയുക: എന്നിട്ടും അവർ എതിർത്തു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ച സമയങ്ങളും നിമിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആ കാലഘട്ടങ്ങളിലേക്ക്, ആ സമയങ്ങളിലേക്ക് ദൈവമേ കടന്നു വരണമേ, എൻ്റെ മേൽ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു പുതിയ തീരുമാനം നമുക്കെടുക്കാം. ഒരു പുതിയ ശൈലിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ, കുടുംബത്തിലൊരിക്കലും, നമ്മുടെ സമൂഹത്തിലൊരിക്കലും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനെ അപമാനിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും നമ്മിൽ നിന്നുണ്ടാകില്ല. തീരുമാനമെടുത്ത് ഈ ദിവസത്തെ ആരാധനയിൽ ഈ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക? ആത്മാവ് തരുന്ന ഒരുപാട് നല്ല നല്ല സന്ദേശങ്ങളുണ്ട്. ദൈവാത്മ തരുന്ന ഉൾപ്രേരണകളുണ്ട്. പഠിക്കേണ്ട ഒരു വ്യക്തി പഠിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക. പ്രാർത്ഥിക്കേണ്ട വ്യക്തി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, കുടുംബപ്രാർത്ഥന സമയത്ത് കുടുംബപ്രാർത്ഥന നടത്താതിരിക്കുമ്പോൾ, ദേവാലയത്തിൽ പോകേണ്ട സമയം ദേവാലയത്തിൽ പോകാതിരിക്കുമ്പോൾ, ഇങ്ങനെ പല രീതിയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പറയുക, മകനെ മകളെ നീ ഇത് ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായ മാനുഷികമായ ശൈലി, മാനുഷികമായ ചിന്തകൾ വെച്ച് നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, അവിടെ വേദനിക്കുന്നതും അവിടെ അപമാനിക്കപ്പെടുന്നതും നമ്മെ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഇനി ഒരിക്കലും അങ്ങേ വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ചിന്തയും സംസാരവും പ്രവൃത്തിയുള്ള ഒരു മകൻ, മകളായി, ഒരു കുടുംബമായി, സമൂഹമായി ഞങ്ങൾ ഉയർത്തണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.
പെന്തക്കോസ്ത് തിരുനാളിൻ്റെ 6-ാം ദിനമായി ഇന്ന് തിരുവസ്തുരവനായ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു പുതിയ കൃപ കിട്ടാൻ വേണ്ടി. തിരുവചനം വഴി ഞങ്ങൾ ഈ ദിവസം ധ്യാനിച്ചു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ സാധിക്കും, ദുഃഖിപ്പിക്കാൻ സാധിക്കും, അപമാനിക്കാൻ സാധിക്കും. ഞങ്ങളുടെ ചിന്ത വഴിയോ സംസാര പ്രവൃത്തി വഴിയോ പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ വേദനിപ്പിച്ചുവെങ്കിൽ, അപമാനിച്ചുവെങ്കിൽ, ദുഃഖിപ്പിച്ചുവെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുക. അങ്ങേ വേദനിപ്പിക്കുന്ന, അങ്ങേ ദുഃഖിപ്പിക്കുന്ന ഒരു മകളായി ഞാൻ മാറിയില്ല ദൈവമേ. ഈ അഭിഷേകം എനിക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, എന്നെ സ്പർശിക്കണമേ. ഈ നിയോഗത്തിനു വേണ്ടി കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ റൂഹായി എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കുന്ന സമയം, കൂടുതൽ കൃപ കിട്ടാമ തരുന്ന സമയം. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തിരുനാമം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ, പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ. പന്തക്കുസ്താ പന്തക്കുസ്താ നൽകണമേ പുതു പന്തക്കുസ്താ, പന്തക്കുസ്താ